നമസ്കാരം. അന്താരാഷ്ട്ര നയതന്ത്ര വേദികളിൽ വീണ്ടും ഒരു വിവാദത്തിന് തീ കൊളുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ തന്റെ സമ്പന്നമായ യുറേനിയം ശേഖരം കൈമാറാൻ സമ്മതിച്ചതായി ട്രംപ് ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ ടെഹ്റാൻ അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്നു. ഈ പരസ്പര വിരുദ്ധ പ്രസ്താവനകൾ വെറും ഒരു നയതന്ത്ര തർക്കമല്ല, വാസ്തവവും രാഷ്ട്രീയ നാടകവും തമ്മിലുള്ള അതിരുകൾ എത്രത്തോളം മങ്ങിയിരിക്കുകയാണെന്നതിന്റെ പുതിയ തെളിവാണ്. ട്രംപ് മുൻപ് ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും നശിപ്പിച്ചു എന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും അന്താരാഷ്ട്ര ഏജൻസികളും വിദഗ്ധരും അതിനെ ചോദ്യം ചെയ്തിരുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാൻ ഇറാൻ സമ്മതിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം തള്ളി ഇറാൻ. അത്തരത്തിലൊരു ധാരണയോ ചർച്ചയോ ഉണ്ടായിട്ടില്ല എന്ന് ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാൻ ഇറാൻ തയ്യാറായതായി ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളി ഇറാൻ രംഗത്തെത്തി. ട്രംപിന്റെ അവകാശവാദം നുണയാണെന്നും അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുമാണ് ഇറാനിയൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയിലേക്കുള്ള ആണവ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തെക്കുറിച്ച് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫിന്റെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ട്രംപിന്റെ അവകാശവാദത്തെ തള്ളിക്കൊണ്ട് ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള മറ്റൊരു റിപ്പോർട്ടും പുറത്തുവന്നു. ട്രംപ് പറയുന്നത് നുണയാണെന്നും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കുന്നതിനെ ആശ്രയിച്ചാണ് തുടർ ചർച്ചകൾ ഉണ്ടാവുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതായത് US പ്രസിഡന്റിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ഇറാനിയൻ കേന്ദ്രങ്ങൾ. ആണവായുധ മോഹം ഉപേക്ഷിക്കുക, ആണവ സാമഗ്രികൾ കൈമാറുക എന്നിവയ്ക്ക് പുറമെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനുള്ള വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് അത് ഒപ്പിട്ടേക്കുമെന്നും താൻ അതിൽ പങ്കെടുത്തേക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചു. നിലവിലെ 2 ആഴ്ചത്തെ വെടിനിർത്തൽ നീട്ടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അതിനുള്ളിൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ ഈ കരാർ അംഗീകരിച്ചില്ല എങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകിയിട്ടുണ്ട്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 2ാം ഘട്ട സമാധാന ചർച്ചകൾ എന്ന് നടക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ചർച്ചയ്ക്കുള്ള തീയതി തീരുമാനിച്ചിട്ടില്ല എന്നും ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു വരികയാണെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനുമായുള്ള തുടർന്നുള്ള ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടക്കുമെങ്കിലും ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നാണ് ബുധനാഴ്ച വൈറ്റ് ഹൌസും അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ നീട്ടാനും ദീർഘകാല സമാധാന കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനും സാധ്യത ഏറെയാണെന്നും അതിലേക്ക് ഇരുപക്ഷവും കൂടുതൽ അടുത്തിരിക്കുകയാണ് എന്നും ഇതിനിടെ റിപ്പോർട്ടുകളുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അടുത്തിടെ പോലും ഇറാൻ യുറേനിയം കൈമാറാൻ തയ്യാറാണെന്ന സൂചനകൾ വൈറ്റ് ഹൌസ് നൽകുമ്പോൾ അതിനെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന യാതൊരു ഉറച്ച തെളിവുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അതേസമയം യഥാർത്ഥ ചർച്ചകളിൽ ഇപ്പോഴും വലിയ ഭിന്നതകൾ തുടരുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പരിധിയും കാലപരിധിയും തമ്മിലുള്ള പ്രധാന വിഷയങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏകാഭിപ്രായം ഉണ്ടാകാത്തതും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ കളി കൂടുതൽ ശ്രദ്ധേയമാണ്. മധ്യപൂർവേഷ്യയിൽ യുദ്ധഭീഷണി ഉയർന്നിരിക്കെ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നേരിടുന്ന ട്രംപിന് കരാറിലേക്ക് അടുക്കുന്നു എന്ന കഥ അത്യാവശ്യമാണ്. സമാധാനത്തിന് വഴിയൊരുക്കുന്ന നേതാവെന്ന ഇമേജ് സൃഷ്ടിക്കാൻ ഇത്തരം അവകാശവാദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയവും ശക്തമാണ്. ചില വിശകലനങ്ങൾ പ്രകാരം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും അന്താരാഷ്ട്ര സമ്മർദ്ദവും ചേർന്നാണ് ട്രംപിന്റെ പ്രസ്താവനകൾ കൂടുതൽ ആകർഷകമാക്കപ്പെടുന്നത്. അതേസമയം യാഥാർത്ഥ്യം വളരെ സങ്കീർണമാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പോലും അമേരിക്ക ഇറാനെതിരെ നാവിക ഉപരോധം പോലുള്ള കടുത്ത നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇതുതന്നെ നയതന്ത്ര ശ്രമങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യും. ചോദ്യം ഒന്ന് മാത്രം: ഇത് യഥാർത്ഥത്തിൽ സമാധാനത്തിലേക്ക് നീങ്ങുന്ന ഒരു ലോകത്തിന്റെ ലക്ഷണമാണോ, അതോ രാഷ്ട്രീയ നേട്ടത്തിനായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു കൃത്രിമ കഥയോ? ട്രംപിന്റെ പ്രസ്താവനകളും ഇറാന്റെ നിഷേധവും തമ്മിലുള്ള ഈ വിവാദം ഒരു കരാറിന്റെ തുടക്കമല്ല, മറിച്ച് സത്യവും രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ മറ്റൊരു അധ്യായമാണ്.